അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്ന് കസാഖിസ്ഥാനിലെ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ശരിക്കും നമുക്ക് ഈ ഒരു സിറ്റിയിൽ എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത്? അഭയ പാർക്ക്, ഇൻഡിപെൻഡൻസ് പാർക്ക്, അർബാദ് പാർക്ക്, ഡെൻഡ്രോ പാർക്ക്, ഇത്രയാണ്. നമ്മളൊക്കെ പോയി ട്രൈ ചെയ്യും. നമ്മളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും, ഇങ്ങനെ പിടിച്ച് വീണ്ടും പഠിക്കും. ഇപ്പൊ ഹോസ്പിറ്റൽ പേഷ്യന്റ് എന്ത് സെലിബ്രേഷൻ വന്നാലും എല്ലാവർക്കും കൊടുക്കുന്ന ഫ്ലവേഴ്സ്. ചിക്കനൊക്കെ മേടിക്കണമെങ്കിൽ ഇങ്ങനെ നല്ലൊരു 200 1 കിലോ ഒക്കെ ആയിരിക്കും. ഇതിന്റെ പീസ് മാത്രമാണ് ഇത് നാട്ടിൽ 1000, ഇവിടെ 1000 രൂപ നാട്ടില്. ഇവിടെ സ്റ്റാർബക്സും അതേപോലെ തന്നെ KFC ഉണ്ട്. അവിടെ KFC സ്റ്റാർബക്സും എല്ലാം ഉള്ളൊരു മാളാണ്. എല്ലാം കിട്ടും, ഹോസ്പിറ്റലിൽ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അടിപൊളി സാധനം കേട്ടോ. നാട്ടിൽ 1000 രൂപയോ 1000 രൂപ അത്ര വരില്ല, 900 ഒക്കെ. 900. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബസ്സിനാണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓസൂർ മാർക്കറ്റിലേക്ക് പോണത്. അതേപോലെ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അവിടെ ഇറക്കും. എത്ര സ്റ്റോപ്പ് ഉണ്ട് ഇതിന്റെ ഇടയില്, അവിടെ എവിടെ എത്തി എന്നുള്ള കറക്റ്റ് മനസ്സിലാവും. വെറും 20 രൂപ കൊടുത്തിട്ട് നാട്ടിലുള്ള 1 കിലോ ആപ്പിൾ മേടിച്ചേക്കണ്ട. പണം എനിക്കൊരു പ്രശ്നം. 14 കാരറ്റിന് നാട്ടിലേക്കാളും വില ഉണ്ട് ഗോൾഡിന്. ഫ്ലാറ്റ് പുറത്ത് കാണുന്ന സമയത്ത് ഒരു വൃത്തി ഉണ്ടല്ലോ, ഷാർട്ട് അക അടിപൊളിയാണ്. ഇതുപോലെ തന്നെ ഫർണിഷ്ഡ് ആയിട്ടാണ് എല്ലാം ഉണ്ടാവുക. ഫർണിഷ്ഡ് ആയിട്ടാണ് എല്ലാ ഫ്ലാറ്റുകളും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാറ്റിൻ്റെ കാര്യം. ഇവിടെ സൗത്ത് കസാഖിസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്ലാറ്റ് ഇങ്ങനെയാണ്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണിറ്റ് കസാഖിസ്ഥാൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ കസാഖിസ്ഥാനിലെ ഷിംഗന്ത് സിറ്റി ഒന്ന് മുഴുവനായിട്ട് കാണാം എന്ന് വിചാരിച്ചിറങ്ങിയത്. ശരിക്കും കസാഖിസ്ഥാൻ്റെ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലുള്ള ഒരു സിറ്റിയാണ് ഷിംഗന്ത്. ഷിംഗന്ത് കസാഖിസ്ഥാനിലുള്ള മറ്റ് സിറ്റികൾ, അതായത് ആസ്ഥാനയും ആൽമാട്ടിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ സിറ്റിയാണ്. ഷിംഗന്ത് സിറ്റി കാണാൻ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസ് കൂടെ എൻ്റെ കൂടെയുണ്ട്. കസാഖിസ്ഥാൻ ശരിക്കും ഒരു ഏഷ്യൻ കൺട്രിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രി കൂടിയാണ് കസാഖിസ്ഥാൻ. ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രി എന്ന് പറയുമ്പം ഇവർക്ക് ഒരു രാജ്യം കടന്നിട്ട് വേണം കടലിലേക്ക് എത്താൻ. അതായത് ഈ രാജ്യത്തിനെ ചുറ്റി കടലുകളൊന്നുമില്ല. ശരിക്കും കസാഖിസ്ഥാൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ജോർജിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഞാൻ സിറ്റി കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ താഴെ തന്നെ ഒരു കുഞ്ഞു പാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ സാധാരണ അപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ റെസിഡൻസ് ഏരിയയിലൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ പാർക്കുകൾ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഈ രാജ്യങ്ങളിലൊക്കെ ടർഫുകളെല്ലാം ഫ്രീ ആണ്. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണ്ട ടർഫിൽ ഫുട്ബോൾ കളിക്കാൻ. ഞാൻ ഷിംഗന്ത് സിറ്റിയിൽ തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത്. ഇവിടെ കുറഞ്ഞ റേറ്റിന് അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നല്ല നീറ്റ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് പൊതുവെ ഇവിടെ ഉണ്ടാവാറുള്ളത്. ഇതാണ് റൂം. റൂം ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുമായിരിക്കും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല റൂമാണ്. അപ്പോൾ പിന്നെ കിച്ചൺ ഉണ്ടാവാറുണ്ട്. കിച്ചണിൽ നമുക്ക് ഇതുപോലെ ഓവൻ, ഗ്യാസ് ഉണ്ടാവും നമുക്ക് കുക്ക് ചെയ്യാനുള്ള. പിന്നെ അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഓവൻ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജ് ഉണ്ടാവും. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജ് ഉണ്ടാവും. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം വേണ്ട പ്ലേറ്റുകളും പിന്നെ കുറച്ച് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് ഇതുപോലെ തന്നെ ഫർണിഷ്ഡ് ആയിട്ടാണ് എല്ലാം ഉണ്ടാവുക. ഫർണിഷ്ഡ് ആയിട്ടാണ് എല്ലാ ഫ്ലാറ്റുകളും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാറ്റിന്റെ കാര്യം. ഇവിടെ സൗത്ത് കസാഖിസ്ഥാൻ യൂണിവേഴ്സിറ്റിന്റെ ഫ്ലാറ്റ് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ബാത്റൂം നോക്കുന്ന സമയത്ത് ഇതാണ് ബാത്റൂം. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെയാണ്. പക്ഷെ ഇവിടെ തറയിൽ വെള്ളം ഇറ്റിക്കാൻ പറ്റില്ല, കാരണം ഡ്രൈ ആണ്. പിന്നെ ഇതുപോലെ ഒരു ബാത്ത് ടബ് ഉണ്ടാവും. ഈ ബാത്ത് ടബിലാണ് നമ്മൾ കുളിക്കുക. ഈ ഒരു കർട്ടൻ ഇട്ടതിന് ശേഷം അപ്പുറം നിന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വെള്ളം വരില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു വാഷ് ബേസ് ഉണ്ടാവും. പിന്നെ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറ്റർ ഉണ്ട്, ഏത് സമയം ഹീറ്റഡ് വാട്ടർ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. എടുക്കുന്ന ഫ്ലാറ്റും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റാണ് എടുത്തത്. അപ്പോൾ സെയിം ഫെസിലിറ്റീസ് സെയിം രീതി തന്നെയാണ് ഫ്ലാറ്റിലും. അപ്പോൾ ആദ്യം നമുക്കൊരു സിറ്റിംഗ് റൂം ഉണ്ടാവും. അവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ ചാനലുകളും കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സിറ്റിംഗ് റൂം. അപ്പോൾ നോർമലി എല്ലാ ഫ്ലാറ്റിലും ഇത് ഉണ്ടാവാറുണ്ട്. എല്ലാ ഫ്ലാറ്റും ഇങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് കുട്ടികളും നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഷിംഗന്ത് സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയായി ഇറങ്ങി. ശരിക്കും കസാഖിസ്ഥാൻ മലയാളി സ്റ്റുഡൻസ് MBBS പഠിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏറ്റവും കൂടിയ രാജ്യങ്ങളിലൊന്നാണ്. ഞങ്ങൾ ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്തുള്ള അർബാദ് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അടുത്ത് നമ്മൾ അർബാദ് പാർക്കിൽ പോയിട്ട് അവിടെ റൈഡ് വല്ലതും ഉണ്ടോ നോക്കാം. അവിടെ ഇല്ലെങ്കിൽ നേരെ അഭയ പാർക്ക്. അർബാദ് പാർക്കിലാണോ നിങ്ങൾ വെക്കേഷൻ ഒക്കെ പോകുന്നത്? ഇല്ല, അത് ഡെൻഡ്രോ പാർക്ക്. എല്ലാ ദിവസവും പോകുന്നതാണ്. വെറുതെ പോവോ? വെറുതെ ഫോട്ടോഷൂട്ടിന് പോകും. കാരണം ഇവിടെ കറക്റ്റ് വരൂട്ടെ, ഇതൊന്നും ഞാൻ കട്ടിയൂലേ. എന്നും കണ്ട് നമുക്ക് പിന്നെ എല്ലാം നോവൽ പ്ലേസ്. ശരിക്കും നമുക്ക് ഈ ഒരു സിറ്റിയിൽ എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത്? അഭയ പാർക്ക്, ഇൻഡിപെൻഡൻസ് പാർക്ക്, അർബാദ് പാർക്ക്, ഡെൻഡ്രോ പാർക്ക്, ഇത്രയാണ്. ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ സിറ്റി കഴിഞ്ഞു. ബാക്കി കാരണം നമ്മുടെ നാട്ടിലേക്കാണ് പാർക്ക് സ്പെസിഫൈ ചെയ്ത് ഒരു പാർക്കിലേ കാണുള്ളൂ. ബട്ട് ഇവിടെ ആണെങ്കിൽ ഓരോ ഫ്ലാറ്റിനും താഴെ ഒരു എക്സസൈസ് ചെയ്യാനും ചെറിയ പാർക്ക് ബാംഗ്ലൂരൊക്കെ ഉള്ള പോലത്തെ അവിടെ എല്ലായിടത്തും ഉണ്ട്. ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും. പിന്നെ വേറൊന്നുമില്ല ഈ സിറ്റിയിൽ കസാഖിസ്ഥാനിലെ ഷിംഗന്തിൽ കാണാൻ. ഷിംഗന്തിലൊന്നുമില്ല.
ഇത്രയും കണ്ടെയ്നർ ശരിക്കൊന്നും ഇല്ല ഇവിടെ വേറെ പാർക്കും ഈ മാൾസും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ആ പാർക്കിലേക്ക് നടന്നു. അപ്പോൾ നമ്മളെങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ശരിക്കും ഇവിടെയുള്ള ഈ സിറ്റിയിൽ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമില്ലല്ലോ, ഫുള്ള് കണക്റ്റഡ് ആയിട്ട് നടന്നു പോകാനുള്ള അത്ര തന്നെ ഉള്ളൂ. ക്ലിനിക്കൽസ് നിങ്ങൾ എങ്ങനെ പോകാറ്, നടന്നിട്ടാണോ? ഇല്ല, ഇവിടെ അടുത്താണെങ്കിൽ നമുക്ക് ഇതുവരെ നടക്കും. മോസ്റ്റ്ലി എങ്ങനെ ഉണ്ടാവാറ്? ഇപ്പൊ നമുക്ക് ഇപ്പൊ അബയെ പോവാം, വേണമെങ്കിൽ നടക്കാം. ഇല്ലെങ്കിൽ ബസ്സിൽ 100 ടെങ്കേലുള്ളൂ, ചിലപ്പോൾ നമ്മൾ പൈസ കൊടുക്കും. നിങ്ങൾ എങ്ങനെ പോകാറില്ല സാധാരണ ക്ലിനിക്കൽസ്? ഫ്രീ ആയിട്ട് പോകണോടെ നമ്മൾ ബസ് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബസ്സിനാണ് പോകാറ്. ബസ്സിൽ നമ്മൾ കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങും ഫ്രീ ആയിട്ട്. അബയ പാർക്കിന്റെ അടുത്തൊരു പബ്ലിക് ലൈബ്രറി ഉണ്ട്, അവിടെയാണ് എല്ലാവരും പോയി പഠിക്കുകയൊക്കെ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞല്ലോ പല സ്ഥലത്താണെന്നുള്ളത്, അപ്പൊ നിങ്ങൾ എങ്ങനെയാ പോകാറുള്ളത്? ഞങ്ങൾക്ക് ഇപ്പോ നടക്കാനുള്ള ദൂരമൊക്കെയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും 1/2 കിലോമീറ്റർ നടന്ന് പോകണം. 10 മിനിറ്റ് എത്തണം. വണ്ടി ഉപയോഗിക്കാറില്ല ഇവിടെ ശരിക്കും? ബസ് ഉപയോഗിക്കാറില്ല. ബസ് ഉപയോഗിക്കണ്ടല്ലോ, ബസ്സിന് വെയിറ്റ് ചെയ്യണം. ആ 10 മിനിറ്റ് അതെ. അപ്പൊ എന്തിനാണ് സാധാരണ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാറ്? ക്യാബ് അല്ല, എന്തിനു വേണ്ടിട്ട്, എന്ത് പർപ്പസിനാണ്? യൂണിവേഴ്സിറ്റി പോകാനല്ലോ. ഈ ഫോസ്ഫറസ് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ പ്രൊഫഷണൽ ക്ലാസ്. അവിടേക്ക് പോകണമെങ്കിൽ അവിടെ അതൊരു 4 കിലോമീറ്റേഴ്സ് 5 കിലോമീറ്റേഴ്സ് ഉണ്ട്. അത് പോകാൻ വേണ്ടി ക്യാബോ അല്ലെങ്കിൽ കുറച്ച് മുമ്പേ 1 മണിക്കൂർ അതിന് മാത്രം ഉപയോഗിക്കും. ക്യാബും ലാഭം. ഇപ്പൊ 300 ടെങ്കാണ്, ഇപ്പൊ 5 ഇതൊക്കെ കയറാണെങ്കിൽ അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ബസ്സിനേക്കാളും ചീപ്പാവും. അങ്ങനെ പോകും. ഓക്കെ, അവർ മുന്നേ പോകുന്നുണ്ടാ. ശരിക്കും ഒരു ഗ്രാമം പോലെ ഉണ്ടാ ഈ ബിൽഡിങ്ങിന്റെ ബേക്ക് കാണുന്ന സമയത്ത്. ഫ്ലാറ്റ് ഒക്കെ ഔട്ട്സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്തല്ലോ, പക്ഷെ ആക്കും. അതായത് ഇവിടെ ശരിക്കും അങ്ങനെ തന്നെയാണ്. അതായത് ഫ്ലാറ്റ് പുറത്ത് കാണുന്ന സമയത്ത് ഒരു വൃത്തി ഉണ്ടല്ലോ, പക്ഷെ അകം അടിപൊളിയാണ്. ഞാൻ എൻ്റെ ഫ്ലാറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അകം അടിപൊളിയാണ്, പുറം ഭയങ്കര തീരെ വൃത്തിയൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഈ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് പുറത്ത് മാത്രമാണ് ഒരു ഹാർഡ് മെറ്റീരിയൽ ഉണ്ട്, ബാക്കിയൊക്കെ തെർമാക്കോളാണ്, ഫോമും തെർമാക്കോളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ. തട്ടി വെച്ച പോലത്തെ സാധനങ്ങളാണ്. ആ ഒരു പാർക്കിൽ ഒരു വലിയ സ്കേറ്റിംഗ് റിംഗ് ഉണ്ടായിരുന്നു. അതായത് സ്കേറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ 1/2 മണിക്കൂറും 1 മണിക്കൂറൊക്കെ വന്നിട്ട് സ്കേറ്റ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂറിന് 800 ടെങ്ക്. അറിയുന്ന ആൾക്കാർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ പോയി ട്രൈ ചെയ്യും. നമ്മളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും, ഇങ്ങനെ പിടിച്ച് വീണ്ടും പഠിക്കും. നിങ്ങൾക്ക് അറിയാമോ? അല്ല, ജസ്റ്റ് ബാലൻസ് ഉണ്ട് ചെയ്യും. നമുക്ക് ഇവരെ കയറ്റി വെക്കട്ടെ അങ്ങനെ ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ആ പാർക്കിൽ ചെറിയ ചെറിയ കുറെ മിഠായി കടകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് പാർക്കിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു ഇൻവെർട്ടഡ് വീടുണ്ടായിരുന്നു. അതായത് ജോർജിയയിൽ നമ്മൾ ഇൻവെർട്ടഡ് ഹോട്ടൽ കണ്ടിട്ടില്ലേ, തലതിരിഞ്ഞ രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലത്തെ ഒരു സാധനം. ഞങ്ങൾ വന്നത് വിന്റർ ടൈം ആയതുകൊണ്ട് ഈ പാർക്കിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റൈഡുകളും ക്ലോസ് ആയിരുന്നു. കാരണം വിന്റർ ടൈമിൽ ഇവരുടെ റൈഡുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അധികം ആൾക്കാരൊന്നും അങ്ങനെ പുറത്തിറങ്ങാറില്ല. അങ്ങനെ ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള മാർക്കറ്റ്, അതായത് കുട്ടികൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന മാർക്കറ്റ് ഉണ്ട്, അത് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് നടന്നു. ഹോസ്പിറ്റൽ പേഷ്യന്റ് എന്ത് സെലിബ്രേഷൻ വന്നാലും എല്ലാവർക്കും കൊടുക്കുന്ന ഫ്ലവേഴ്സാ. നാട്ടിലാണെങ്കിൽ ഗിഫ്റ്റ് അല്ലേ കൊടുക്കണേ, ഇവിടെ ബർത്ത്ഡേ ആയാലും എന്ത് ഫംഗ്ഷൻ വന്നാലും ഫ്ലവേഴ്സ് കൊടുക്കും. ഓക്കെ ബൊക്കെ. ഞങ്ങൾ നടക്കുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ നമ്മുടെ നാട്ടിലെ ചന്തകളിൽ പൂവുകളൊക്കെ വിൽക്കൂല, അതുപോലെ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി. സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്ന സമയത്ത് സൈഡിൽ തന്നെ നമുക്ക് പൈസ പിൻവലിക്കാനുള്ള ATM-ഉം അതുപോലെ തന്നെ കാർഡ് റീചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ മൊബൈലൊക്കെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഇപ്പോൾ ഉള്ള ആപ്പുകളിൽ നമ്മൾ ഈ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ആപ്പുണ്ട്, കാസ്പി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ കാസ്പിൻ്റെ QR കോഡ് ഉണ്ടാകും. നമ്മൾ ഗൂഗിൾ പേൻ്റെ ഒക്കെ QR കോഡ് കാണില്ല, അതുപോലെ. അപ്പോൾ ഈ QR കോഡ് കാസ്പിൻ്റെ ആപ്പിൽ സ്കാൻ ചെയ്തിട്ടാണ് ഇവർ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ ആ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് അവിടെയുള്ള ഓരോ സാധനത്തിൻ്റെ റേറ്റുകൾ ചെക്ക് ചെയ്യുന്നു. എന്ത് റേറ്റ് ഉണ്ട് കൊക്കോള ഒരു കുപ്പിക്ക്? കോളയ്ക്ക് 540 എന്ന് പറഞ്ഞാൽ 100 രൂപ 1 ലിറ്റർ ഉണ്ടല്ലേ. ഓൾമോസ്റ്റ് നാട്ടിലെ സെയിം റേറ്റ് ആണ്. വെള്ളത്തിന് ഞാൻ ഇന്നലെ ഒരു വെള്ളം വാങ്ങിയപ്പോൾ ഒരു വെള്ളത്തിന് 40 രൂപ. ഇതൊരു ഐസ്ക്രീം ചോക്ലേറ്റ് പോലത്തെ 100 ടെങ്ക്, നല്ല 20 രൂപ. എത്ര? 20 രൂപയാണ്. 18 രൂപ അങ്ങനെ ആ റേഞ്ച്. ഇത് വലിയ പൊട്ടൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ സാധനങ്ങൾ മേടിക്കാൻ. ചിക്കനൊക്കെ മേടിക്കണമെങ്കിൽ ഇങ്ങനെ നല്ലൊരു 200 രൂപ. 1 കിലോ ഒക്കെ ആയിരിക്കും. 1 കിലോന് 200 രൂപയാ. ഡൗട്ട് ഉണ്ടെങ്കിൽ റേറ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുത്തോണ്ട് അവിടെ പോയി സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ ഫസ്റ്റ് ഇപ്പം ഇതിന്റെ റേറ്റ് അറിയത്തില്ലെന്ന് വെച്ചോ ഈ അരിയുടെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വരണം. ഇവിടെ വരിക റേറ്റ് അറിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പം 1100 രൂപ. അപ്പോൾ അവിടെ കാണും. അപ്പം നമ്മൾ പോയത് എത്രയാണ് നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കാം. ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നോക്കിയ സമയത്ത് നമ്മുടെ നാട്ടിലെ റേറ്റിനേക്കാളും കുറച്ച് കൂടുതലാണ്, എന്നാലും വലിയ വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ നാട്ടിലേക്കാളും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ റേറ്റ് കുറച്ച് കൂടുതലാണല്ലേ. അത് ക്യാൻഡ് സാധനങ്ങൾ. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാനുണ്ട്. പക്ഷേ സെയിം കമ്പനിയൊന്നുമല്ല,
കമ്പനി വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ മാഗി ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ മാഗി എന്ന് പറയുന്ന നൂഡിൽസ് ആണെങ്കിൽ ഇവിടെ വേറെ കമ്പനിയാണ് അതുപോലെ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കുറച്ച് വാങ്ങി വെച്ച്. അതായത് ഇതിന് ഇവിടുത്തെ 317 ടങ്കിയാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഷ്കന്തിൽ കുട്ടികൾ ഇതേ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 317 ടങ്കി എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 60 രൂപ അല്ലേ, ആ ഒരു റേഞ്ചാണ്. ജെല്ലി ടൈപ്പ് ഒരു സാധനം. ഇവിടെ കസാഖിസ്ഥാനിലെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ബീവറേജിൽ മാത്രമാണ് ഈ ആൽക്കഹോൾ കിട്ടുക. അപ്പോൾ നമ്മൾ പൊതുവെ അങ്ങനെയാണ് കണ്ടേക്കണത്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഒരു സെക്ഷൻ ആൽക്കഹോളിനും ബീറിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അത് വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പാസ്പോർട്ട് കാണിച്ചിട്ട് അത് വാങ്ങിക്കൊണ്ടുപോകാം. അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് നാട്ടിലായിട്ട് വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ ഇവിടെ അത് കാണാറുണ്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആൽക്കഹോളിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ചുറ്റിലും കടലുകളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ഫിഷുകളൊക്കെ മറ്റുള്ള രാജ്യത്തിന് എക്സ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. അതായത് ഫ്രോസൺ ഫിഷുകളാണ്. എത്ര രൂപയാണ് ഫിഷിന്? 100 രൂപ. നാട്ടിൽ 100 രൂപ. ഇതിന്റെ പീസ് മാത്രമാണ് ഇത് നാട്ടിൽ 1000, ഇവിടെ 1000 രൂപ നാട്ടില്. പക്ഷെ നമ്മളിത് മുള്ളും തലയാണ്. അത് മേടിക്കുകയാണെങ്കിൽ നാട്ടിൽ 100 രൂപയുള്ളൂ. പക്ഷെ മുള്ളും തലയും അതിൽ പീസ് ഉണ്ട്, പക്ഷെ കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അതിലെ ലാഭം ഇത് 100 രൂപയുള്ളൂ. പക്ഷെ പീസ് മാത്രമാണെങ്കിൽ നാട്ടിൽ 1000 രൂപ. 1000 രൂപ. ഏതാ ഫിഷ് ഇത്? ഇതിവിടെ ഓറഞ്ച് കളർ ഏതാ ഫിഷ്? ഇതാണ് ചൂരമീൻ. അറിയുന്നുള്ളതൊക്കെ പറഞ്ഞത് ഇതാണ് ചൂരമീൻ. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. നാട്ടിൽ 1000 രൂപ. എത്ര? 1000 രൂപ നാട്ടിലെ. പിന്നെ കൊഞ്ചുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ മറ്റേ നാട്ടിലെ അയലയോ അയലല്ല, അത് സൂത, അതായത് നമ്മളെ ട്യൂണ. അതിന്റെ അതൊരു 100 രൂപയുള്ളൂ. ഇതൊക്കെ വന്നാ മീനിന്റെ പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങനെയൊക്കെ മീനുകളൊക്കെ ഇവിടെ കിട്ടും. കൊഞ്ചാണ്. ഇത് നാട്ടിലെ ഒരു 200, എല്ലാം 200 രൂപയ്ക്കാണ്. 200 രൂപ. ഇതൊക്കെ കൊഞ്ചാണല്ലേ. പിന്നെ കുറച്ച് ഡീസന്റ് ഇങ്ങനത്തെ ഇതൊക്കെ നാട്ടിൽ നിന്ന് ഫ്രോസൺ ചെയ്ത് വരുന്ന സാധനം കേട്ടാ. 2000. പിന്നെ ചിപ്പിയൊക്കെ കിട്ടും. നമ്മൾ ചിപ്പിയൊക്കെ മേടിച്ചേക്കും ഇടയ്ക്ക്. ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കാസ്പിയിലൂടെ പേയ്മെൻറ്റും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പൈസ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ടങ്കിയുടെ QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്യുക, അതിൽ പൈസ കൊടുക്കുക. നാട്ടിൽ എന്താണ് ഈ GPay കൊടുക്കുന്ന പോലെ സെയിം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഷിംഗന്ത് പ്ലാസ മാളിലേക്കാണ്. ഷിംഗന്ത് പ്ലാസ മാളിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർബക്സും അതേപോലെ തന്നെ KFC ഉണ്ട്. അവിടെ KFC സ്റ്റാർബക്സും എല്ലാം ഉള്ളൊരു മാളാണ്. അപ്പോൾ കുട്ടികളോട് വരാറുണ്ടാവും എന്തായാലും. അപ്പോൾ ആ ഒരു മാളാണ്. അപ്പോൾ ഈ മാളൊന്ന് കാണാന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഈ മാളിൽ ശരിക്കും ഒരു കട ഉണ്ട്. എല്ലാ കുട്ടികളുടെയും ഒരു ഡ്രീം ലൊക്കേഷനാണത്. പക്ഷെ അധികം ആരും അങ്ങോട്ട് പോകാറില്ല, കാരണം അവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു കഫേയിലേക്ക് പോയി. അപ്പോൾ ഷിംഗന്ത് പ്ലാസ മാളിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വോക്ക് കഫേയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ ബർത്ത്ഡേ പാർട്ടി പോലുള്ള ഒക്കേഷണലി ഉണ്ടാകുന്ന പരിപാടികൾക്ക് മാത്രം കുട്ടികൾ വരുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് എപ്പോഴൊന്നും വരാറില്ല. ഒക്കേഷനിൽ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രം കുട്ടികൾ വരുന്ന ഒരു കഫേയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു കഫേൻ്റെ മെനു ഓപ്പൺ ആക്കിയ സമയത്ത് നമുക്കറിയുന്ന ഒരു സാധനം അതിലില്ല. എന്തൊക്കെയോ സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ കണ്ട് 1-2 സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെനുവിലുള്ള റേറ്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ കണ്ണ് തള്ളിപ്പോവും. അമ്മാതിരി റേറ്റാണ്. ആദ്യം തന്നെ ഞങ്ങൾ ഒരു ടൈപ്പ് ജ്യൂസ് ഓർഡർ ചെയ്ത്. എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട് ഇതിന്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ കുടിച്ചു നോക്കി, എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കഫേയുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ സർവീസും അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ വായിക്കൊള്ളാത്ത എന്തൊക്കെയോ പേരുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച്. ആ ഒരു മാളിൻ്റെ ഫുഡ് കോർട്ടിൽ ശരിക്കും ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. KFC ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, ഇതുപോലുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സാധാരണ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ മാള്. പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചിറങ്ങിയതിന് ശേഷം അവിടെയുള്ള പല ബ്രാൻഡുകളുടെയും കടകളുണ്ട് ആ മാളിൽ. ഓരോന്നായിട്ട് കയറിയിട്ട് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. 1000 രൂപ. ഞാനവിടെ ഒരു ജാക്കറ്റ് നോക്കിയ സമയത്ത് നാട്ടിലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ജാക്കറ്റിന് ക്വാളിറ്റി ഉണ്ട്, വിലയും കുറവാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വലിയ റേറ്റ് ഓക്കെയാണ്. ഓക്കെ റേറ്റാണ്. ഭയങ്കര കുറവെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര കൂടുതലല്ലോ. ഓക്കെയാണ്. അങ്ങനെ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ വലിയൊരു കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പ്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചു. അത് ശരിക്കും കോസ്മെറ്റിക്സിൻ്റെ ഒരു ലോകം തന്നെയായിരുന്നു. കുട്ടികൾ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാളിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ശരിക്കും ഈ ഒരു കോസ്മെറ്റിക് ഷോപ്പാണെന്നുള്ളതാണ്. കുട്ടികൾ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാ ടൈപ്പ് കോസ്മെറ്റിക്സും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയൊരു കോസ്മെറ്റിക്സിൻ്റെ കട ഞാൻ വേറെ കണ്ടിട്ടില്ല. അല്ല, നാട്ടിലുള്ളതിനേക്കാളും നല്ല സാധനങ്ങളുണ്ട്. നല്ല സാധനം. കാരണം ഇവിടെ എല്ലാവരും മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യണോണ്ട് നാട്ടിലുള്ളതിനേക്കാളും സാധനമുണ്ട്. സെറ്റ് എല്ലാം കിട്ടും. കോസ്മെറ്റിക്കിലെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നീട് പോയ കടയിൽ ഫുള്ള് ഗേൾസിൻ്റെ ഫാൻസീസ് ഒക്കെ ആയിരുന്നു. ഞാനിതൊക്കെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വരുന്ന കുട്ടികൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിലാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം പുറത്ത് LCU ആക്കി കണ്ടപ്പോൾ അങ്ങോട്ട് കയറി നോക്കി അവിടെയുള്ള ഡ്രസ്സിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. 4000 ഷർട്ടൊക്കെ മേടിക്കണം. 4000. നാട്ടിൽ 4000. 1000 ഇല്ല. നാട്ടിൽ 1000 ഇല്ല. ഞാൻ ഷർട്ട്, അതായത് ഇങ്ങനത്തെ ഷർട്ടുകൾ ഉപയോഗിക്കാത്ത ഒരാളാണ്. ബട്ട്
അടിപൊളി സാധനം കേട്ടോ. നാട്ടിൽ 1000 രൂപയോ? 1000 രൂപ അത്രയും വരില്ല, 900 ഒക്കെ. 900 സെറ്റ് സാധനം കേട്ടോ അത്. LC വാക്കിയുടെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അബ്രോഡ് ഭൂരിഭാഗം രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും LC വാക്കിൽ നിന്നാണ് ഡ്രസ്സുകൾ എടുക്കാറുള്ളത്. നമ്മൾ LC വാക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്തത് എന്തായിരുന്നു മാർക്കറ്റിൻ്റെ പേര്? ഒസേറോ. കുറേ നേരമായി ഒസേറോ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ സാധനം കണ്ടിട്ട് അങ്ങ് എത്തുന്നില്ല. അപ്പോൾ ഇനി ഒസേറോ. ശരിക്കും നമ്മൾ കസാക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഈ സ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മറ്റു പല രാജ്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ശരിക്ക് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇവ നമ്മൾ ആൽമാട്ടിയൊക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അടുത്ത ദിവസങ്ങൾ നമ്മൾ ആൽമാട്ടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സ്ഥാൻ എന്ന് പറഞ്ഞ പേര് വെച്ചിട്ട് ഒരിക്കലും കസാക്കിസ്ഥാനെ കമ്പയർ ചെയ്യരുത്. ഞങ്ങൾ അങ്ങനെ ആ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷിംഗന്തിലുള്ള ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റായിട്ടുള്ള ഹൊസിറോ മാർക്കറ്റിലേക്ക് പോയി. ഞങ്ങൾ ഇതുവരെ ഷിംഗന്തിൽ ടാക്സിയിലാണ് പോയത്. പക്ഷേ ഇവിടെയുള്ള ബസ് എങ്ങനെയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ബസ്സിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബസ്സിനാണ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹൊസൂർ മാർക്കറ്റിലേക്ക് പോണത്. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അതിനാണ് 20 മിനിറ്റ് എടുക്കുന്നത് അങ്ങോട്ടേക്ക് പോകാൻ. ഒരു 5-6 മിനിറ്റ് 5-6 മിനിറ്റ് കൊണ്ട് അങ്ങോട്ടേക്ക് എത്തും. ട്രാഫിക് ലൈറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് പോകുമ്പോൾ എല്ലാ സ്റ്റോപ്പും ഉണ്ടല്ലോ. നമുക്ക് നോക്കാം കസാക്കിസ്ഥാനുള്ള ബസ് എങ്ങനെയാണെന്ന്. കസാക്കിസ്ഥാനിലെ ബസ്സിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2G എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ഇതാണ് കുട്ടികൾ യൂസ് ചെയ്യണത്. 30 മിനിറ്റ്സ്. അപ്പോൾ ഏതൊക്കെ ബസ് എവിടെ കൂടെ വരണം? ഇപ്പോൾ 64 പോകും. 64 പോകണമെങ്കിൽ 13 മിനിറ്റ്. 2 ബസ് പോയാൽ 17 മിനിറ്റ്. ക്യാബിലാണെങ്കിൽ 380 രൂപ. ഫുൾ ഡീറ്റെയിൽ കാണിക്കും. ഇതൊക്കെ ഈ ബസ് ഒക്കെ നമ്മളിപ്പം ഓൺ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ട്രാക്ക് ചെയ്യാം? നമ്മൾ ഇവിടെ എത്തിയില്ലോ ഈ ബസ് ആണെങ്കിൽ. ഓക്കെ, മൈ ലൊക്കേഷൻ. നമ്മൾ ഈ ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നല്ലോ നാട്ടിൽ അല്ലേ? അതേപോലെ സെയിം. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ അവിടെ ഇറക്കും. എത്ര സ്റ്റോപ്പ് ഉണ്ട് ഇതിന്റെ ഇടയിൽ, അവിടെ എത്തി എന്നുള്ള കറക്റ്റ് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ട്രെയിനിന്റെ സാധനം ഇവിടെ ബസ്സിനുണ്ട്. അപ്പോൾ നമ്മൾ ബസ് കയറിയാണ് കേട്ടോ. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് പേയ്മെന്റ് കൊടുക്കാനുള്ളത്? QR കോഡ് സ്കാൻ ചെയ്യാം. ഏത് ആപ്പിലാണ് സ്കാൻ ചെയ്യുക? കാസ്പിയിൽ സ്കാൻ ചെയ്യാം. പിന്നെ നമുക്ക് ഇത് പിടിക്ക്. പിന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം. ആർക്ക് കൊടുക്കാം? ഡ്രൈവറിന്റെ കൊടുക്കണം. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാർഡുണ്ട്, ബസ് കാർഡ് നമ്മൾ എടുത്തിട്ടില്ല. ഒരു ബസ് കാർഡ് ബ്ലൂ കളർ. അപ്പോൾ ക്യാപ്സി സ്കാൻ ചെയ്ത് നമുക്ക് ഇപ്പോൾ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ സ്കാൻ കാർഡാണെങ്കിൽ ഇവിടെ സ്റ്റുഡന്റ് കാർഡ് കൊടുക്കാം. ബസ് കാർഡ് സെപ്പറേറ്റ് ഉണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് റീചാർജ് ചെയ്യാം. അതെങ്ങനെ എടുക്കാം നമ്മൾ? അത് നമ്മൾ ഇവിടെ കോളേജിന്റെ അടുത്തുണ്ട് ടോളിന്റെ സാധനം. അപ്പൊ അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു ദിവസത്തെ കാര്യം അടുത്ത ദിവസം അവർ തരും. അതിനെന്താ നമുക്ക് വേണ്ടത്? പാസ്പോർട്ട്. അവിടെ പോയിട്ട് അവർ ഫോട്ടോ എടുക്കുക, അത്രേ ഉള്ളൂ. സ്റ്റുഡൻസിന് കുറവൊന്നുമില്ല. ഇന്നമ്പറാണ് ഇവിടെ മെയിൻ. ഇന്നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ആ ഒരു മാർക്കറ്റിന്റെ മുന്നിൽ ഷിംഗന്തില് ഞങ്ങൾ ആ ഒരു മാർക്കറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു. ഉസ്ബെക്കിൽ അത്ര ഇല്ലെങ്കിലും കസാക്കിലും ആളുകൾ വന്ന് പരിചയപ്പെടുകയും കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റ് ശരിക്കും നമ്മുടെ നാട്ടിലൊരു ചന്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും നമ്മുടെ നാട്ടിലെ ചന്ത എന്ന് പറഞ്ഞാൽ ആകെ ചപ്പും ചവറും പ്ലാസ്റ്റിക്കുകളും കൊണ്ട് വൃത്തിയേടാക്കിയിട്ടുണ്ടാവില്ലേ. പക്ഷേ ഇവരുടേത് കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കീപ്പ് ചെയ്യണത്. നിലത്തുനിന്ന് ഒരു കടലാസ് കഷ്ണം പോലും അവർ ഇടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മാർക്കറ്റിൽ ഡ്രൈ ഫിഷ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ മീൻ കഴിക്കാൻ ആഗ്രഹമുള്ള അധികം ആൾക്കാരും ഡ്രൈ ഫിഷുകളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ 60 രൂപയുള്ളൂ. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ നോക്കിയ സമയത്ത് 160 രൂപയുടെ അടുത്ത് 130, 160 രൂപ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വെറും 60 രൂപ മാത്രമാണ് ഈ നാരങ്ങക്കുള്ളൂ. അപ്പോൾ നാരങ്ങക്ക് നല്ല മധുരം ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ ഒന്ന് പൊളിച്ച് നോക്കുക അവരെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറും 20 രൂപ കൊടുത്തിട്ട് നാട്ടിലുള്ള 1 കിലോ ആപ്പിൾ മേടിച്ചേക്കണ്ട. ഒരു പഴത്തിന് നാട്ടിലെ 40 രൂപ കൊടുക്കണം. അപ്പോൾ കസാക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ പഴത്തിനെ കുറിച്ചിട്ട് മറന്നേക്കാം. മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ള് സ്വീറ്റ്സ് ആയിരുന്നു. ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ട് മാർക്കറ്റിൻ്റെ അടുത്ത ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഗോൾഡ് ആയിരുന്നു വിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ 24 ക്യാരറ്റ് ഗോൾഡ് അല്ല, 14 ക്യാരറ്റാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇവർ കൂടുതൽ ഇടുന്നത് റോസ് ഗോൾഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഗോൾഡ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഉള്ള ഡിസൈൻസിൻ്റെ അത്ര ഒന്നുമില്ല. പക്ഷേ ഇവിടെ 14 ക്യാരറ്റാണ് എല്ലാം, 24 ക്യാരറ്റ് അല്ല. 14 ക്യാരറ്റിന് നാട്ടിലേക്കാളും വില ഉണ്ട് ഗോൾഡിന്. നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് കൂടുതലാണ്. ഒസേറോ മാർക്കറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഒസേറോ മാർക്കറ്റിൽ കാണാനുള്ളത്. ഇവർ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്, മാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, എല്ലായിടത്തും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒസേറോ മാർക്കറ്റിൽ കാണാനുള്ളത്. അപ്പോൾ റേറ്റ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കസാക്കിസ്ഥാനിലെ റേറ്റ് ഇതാണ്. അപ്പോൾ കസാക്കിസ്ഥാനിൽ അടുത്ത സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള റേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് ഇവർ സാധാരണ ഫുഡ് കഴിക്കാൻ പോകുന്നത്, അതായത് സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു മെയിൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്തായിരുന്നു എൻ്റെ പേര്? താജ്മഹലോ? താജ്മഹലാണ് പോണേ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് 2 ഉണ്ട്. താജ്മഹലുണ്ട്. ചിരിച്ചിട്ട് കണ്ണെന്ന് വെള്ളം കയറുന്നുണ്ട്. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇതുപോലെ ഉണ്ട്. പക്ഷെ 4-5 വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം
ഒരു മടിയിട്ടില്ല ശരിയാക്കി തരാം. നമ്മൾ പോകുന്നതിന്റെ മുന്നേ മിക്കവാറും ഐശ്വര്യ വ്ളോഗ് സെറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇപ്പൊ താജ്മഹലാണ്. താജ്മഹലാണ്. ഫേമസ് റെസ്റ്റോറന്റ്. ഓക്കെ, ഞങ്ങളങ്ങനെ മാർക്കറ്റൊക്കെ കറങ്ങി നടന്ന് ക്ഷീണിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ താജ്മഹൽ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കയറാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ഞങ്ങൾ ബട്ടർ ചിക്കനും തന്തൂരി ചിക്കനും റൊട്ടിയൊക്കെ ഓർഡർ ചെയ്ത്. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു ബിരിയാണി ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതും കൂടെ ഓർഡർ ചെയ്ത്. ശരിക്ക് ഷിംഗന്തിൽ കിട്ടാവുന്നതിൽ നല്ല ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഈ ഒരു ഹോട്ടൽ. ഞങ്ങളങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് ഹോട്ടലിന് മുന്നിലുള്ള സ്ട്രീറ്റിലൂടെ കുറച്ച് നേരം നടന്നു. ഇന്ന് അധികം ലേറ്റ് ആക്കാൻ പറ്റില്ല, കാരണം എനിക്ക് നാളെ ആൽമാട്ടിയിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി, കുട്ടികൾ അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പം നാളെ കാണാം. ബൈ.